ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഈ 4 അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട്. അപ്പോൾ ഇല്ലസ്ട്രേഷൻ 4. The following are the balance sheet of A Limited and B Limited as at 31st March 2020. അപ്പോൾ ഇവിടെ രണ്ട് കമ്പനി ഉണ്ട്, എ കമ്പനി ആൻഡ് ബി കമ്പനി. അപ്പോൾ ഈ രണ്ട് കമ്പനിയുടെ ബാലൻസ് ഷീറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ആദ്യം ലയബിലിറ്റീസ് സൈഡിൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി ഫസ്റ്റ് പർട്ടിക്കുലേഴ്സ് നോക്കുക. ഫസ്റ്റ് വൺ ഇക്വിറ്റി. ഇക്വിറ്റിയിലെ ആദ്യത്തെ ഐറ്റം ഷെയർ ക്യാപിറ്റൽ. എത്രയാണ്? ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്. അപ്പോൾ ഇക്വിറ്റി ഷെയർസ് ഉണ്ട് 10 ഈച്ച് വെച്ചിട്ടാണ്. എ ലിമിറ്റഡിന് ₹5 lakh വരുന്നുണ്ട്, ബി ലിമിറ്റഡിന് 2 lakh വരുന്നുണ്ട്. അപ്പോൾ ഒരു ഷെയറിന് 10 രൂപയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ലിമിറ്റഡിന് എത്ര ഷെയർ ഉണ്ടാവും? 5 lakh ഡിവൈഡഡ് ബൈ 10 പറഞ്ഞു കഴിഞ്ഞാൽ 50,000 ഷെയർസ്. ഇവിടെ ശ്രദ്ധിക്കാം, എ ലിമിറ്റഡിന് എത്ര ഷെയർസ് ഉണ്ട്? 50,000 ഷെയർസ് ഉണ്ട്. അപ്പോൾ ബി ലിമിറ്റഡിന് എത്ര ഉണ്ടാവും? 2 lakh rupees ആണ്. അപ്പോൾ 2 lakh ഡിവൈഡഡ് ബൈ 10 പറയുമ്പോൾ ബി ലിമിറ്റഡിൻ്റെ മൊത്തം ഷെയർസ് എന്ന് പറയുന്നത് എത്രയാണ്? 20,000 ഷെയർസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഷെയർ ക്യാപിറ്റലിൽ എ ലിമിറ്റഡിന് വന്നിട്ട് 5 lakh rupees ഉണ്ട്, ബി ലിമിറ്റഡിന് 2 lakh rupees ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ ലിമിറ്റഡിൻ്റെ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? 50,000 അല്ലേ? അപ്പോൾ 50,000 ഇൻറ്റു 10 പറയുമ്പോഴാണ് 5 lakh വരുന്നത്. ബി ലിമിറ്റഡിന് 20,000 ഇൻറ്റു 10 പറയുമ്പോഴാണ് എത്ര വരുന്നത്? 2 lakh rupees വരുന്നത്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ. ഇനി നെക്സ്റ്റ് വൺ റിസർവ്സ് ആൻഡ് സർപ്ലസ്. അണ്ടർ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ഫസ്റ്റ് ഐറ്റം പറയുന്നത് ജനറൽ റിസർവ്. ജനറൽ റിസർവ് എ ലിമിറ്റഡ് 60,000, ബി ലിമിറ്റഡ് 25,000. ദെൻ നെക്സ്റ്റ് വൺ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ സർപ്ലസ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ സർപ്ലസ് ആയിട്ടുള്ളത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എ ലിമിറ്റഡിന് 36,000, ബി ലിമിറ്റഡിന് 16,000. The next one current liabilities. Current liabilities like trade payables A limited na 74,000, B limited na 29,000. So total liabilities total liabilities side na പറയുന്നത് A limited na 6,70,000 and B limited na 2,70,000. ഇനി അപ്പോൾ ലയബിലിറ്റി സൈഡ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അസറ്റ് സൈഡിൽ നോക്കാം. ആദ്യം ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എ ലിമിറ്റഡിന് എത്രയാണ്? 3,80,000, ബി ലിമിറ്റഡിന് 2,05,000. ദെൻ ഇൻവെസ്റ്റ്മെന്റ് 15,000 equity shares in the B limited at cost. ഇവിടെ ശ്രദ്ധിക്കുക, എ ലിമിറ്റഡ് വന്നിട്ട് ബി ലിമിറ്റഡിൽ എത്ര ഷെയർസ് ആണ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര ഷെയർസ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? 15,000 equity shares in the B limited ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എത്ര റുപ്പീസിനാണ്? 2 lakh rupees ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 2 lakh rupees കൊടുക്കുന്നുണ്ട്. എത്ര ഷെയർസിന്? 15,000 ഷെയർസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 20,000 ഷെയർസിൽ ഔട്ട് ഓഫ് ദിസ് 20,000 ഷെയർസ് എ ലിമിറ്റഡ് ഈസ് പർച്ചേസിങ് എത്ര ഷെയർസ് ആണ്? 15,000 ഷെയർസ് ആണ് എ ലിമിറ്റഡ് എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യുന്നത്. നോക്കുക, ഔട്ട് ഓഫ് 20,000 ഷെയർസ് 15,000 ഷെയർസ് ആര് പർച്ചേസ് ചെയ്യുന്നുണ്ട്? എ ലിമിറ്റഡ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. സോ അതേഴ്സ് മറ്റുള്ളവർ പർച്ചേസ് ചെയ്യുന്നത് എത്രയാണ്? ഓൺലി 5,000 ഷെയർസ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. അത് 2 lakh rupees ആണ് അതിൻ്റെ വാല്യൂ. ഇനി കറണ്ട് അസറ്റ്സിലെ ട്രേഡ് റിസീവബിൾസ് എ ലിമിറ്റഡിന് 20,000, ബി ലിമിറ്റഡിന് 65,000. സോ ടോട്ടൽ അസറ്റ് സൈഡ് എന്ന് പറയുന്നത് എ ലിമിറ്റഡിന് 6,70,000, ബി ലാക്കിന് 2,70,000. ഇനി നെക്സ്റ്റ് some additional information നോക്കുക. ഷെയർസ് ഓഫ് ബി ലിമിറ്റഡ് ആർ അക്വയർഡ് ബൈ എ ലിമിറ്റഡ് ഓൺ 1st July 2019. സോ 1st July 2019 എ ലിമിറ്റഡ് എന്ത് ചെയ്യുന്നത്? ബി ലിമിറ്റഡിന് ഷെയർ പർച്ചേസ് ചെയ്യുന്നത്. ഇവിടെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ബുക്സ് ക്ലോസ് ചെയ്യുന്നത് എപ്പോഴാണ്? 31st March 2020 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? വാട്ട് ഈസ് ദ അക്കൗണ്ടിങ് പീരിയഡ് പറയുന്നത്? അക്കൗണ്ടിങ് പീരിയഡ് പറയുന്നത് ഫ്രം 1st April 2019 ടു 31st March 2020. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ബിസിനസ് പർച്ചേസ് ദാറ്റ് ഈസ് ഷെയർസ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് എ ലിമിറ്റഡ് ബി ലിമിറ്റഡ് ഷെയർസ് അക്വയർ ചെയ്തിരിക്കുന്നത് എപ്പോഴാണ്? ഓൺ 1st July 2019 അക്വയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ട്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ട്. ഇനി ബി ലിമിറ്റഡ് ഹാസ് എ സർപ്ലസ് ഓഫ് 6,000 ഓൺ 1st April 2019. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 1st April 2019 ബി ലിമിറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 6,000 ആണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്? ഓപ്പണിംഗ് പ്രോഫിറ്റ് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അക്കൗണ്ടിങ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രോഫിറ്റ് ആണ് എത്ര? 6,000 എന്ന് പറയുന്നത്. പക്ഷെ ക്ലോസ് ചെയ്യുമ്പോൾ എത്ര വന്നിട്ടുണ്ട്? 16,000 ആണ് ക്ലോസ് ചെയ്യുമ്പോൾ വന്നിരിക്കുന്ന ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 6,000 16,000 ആയിട്ടുണ്ട്.
സോ ഈ വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡ്യൂറിങ് ദിസ് അക്കൗണ്ടിങ് പീരിയഡ് 1st April 2019 to 31st March 2020 ഈ അക്കൗണ്ടിങ് പീരിയഡ് പ്രോഫിറ്റ് എത്രയാണ് 10,000. കാരണം ഓപ്പണിംഗ് എന്ന് പറയുന്നത് 6,000, ക്ലോസിംഗ് പറയുന്നത് 16,000 ആണ്. സോ ഈ അക്കൗണ്ടിങ് പീരിയഡ് ഈ ഒരു വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10,000 ആണ്. അപ്പൊ ഈ 10,000 എത്രയാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, എത്രയാണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്നുള്ളത് കണ്ടുപിടിക്കണം. ഇനി calculate pre-acquisition profit, post-acquisition profit, NCI and goodwill അല്ലെങ്കിൽ cost of control ആണ് പറഞ്ഞിരിക്കുന്നത്. Also prepare the consolidated balance sheet. Consolidated balance sheet prepare ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ വർക്കിംഗ്സിലേക്ക് പോകണം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കേണ്ടത് എന്താ വെച്ചാൽ NCI പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. ഇവിടെ NCI പെർസെൻറ്റേജ് തന്നിട്ടുണ്ടോ, തന്നിട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. കാൽക്കുലേറ്റ് ദ എന്താണ് NCI പെർസെൻറ്റേജ് അല്ലെങ്കിൽ റേഷ്യോ ഓഫ് കൺട്രോൾ എന്ന് പറയാം. NCIനെ റേഷ്യോ ഓഫ് കൺട്രോൾ പറയാം. അപ്പോൾ ടോട്ടൽ ഷെയർസ് ഓഫ് ബി ലിമിറ്റഡ് ടോട്ടൽ ഷെയർസ് പറയുന്നത് എത്രയാണ് 20,000 ഷെയർസ് അല്ലേ, 20,000 ഷെയർസ്. അതിൽ എ ലിമിറ്റഡ് അക്വയർ ചെയ്യുന്ന ഷെയർസ് എത്രയാണ്, എ ലിമിറ്റഡ് എത്ര ഷെയർസ് പർച്ചേസ് ചെയ്യുന്നത് 15,000 ഷെയർസ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ മൈനോറിറ്റി ഷെയർ ഹോൾഡിങ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ഔട്ട്സൈഡേഴ്സിന്റെ ഷെയർസ് എത്രയാണ് 5,000. അപ്പം അങ്ങനെയാണെങ്കിൽ CI പെർസെൻറ്റേജ് എത്രയാണ്, വാട്ട് ഈസ് ദ CI പെർസെൻറ്റേജ്? CI പെർസെൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ ലിമിറ്റഡിന് എത്രത്തോളം കൺട്രോൾ ഉണ്ടെന്ന് നോക്കൂ. ഔട്ട് ഓഫ് 20,000 15,000 ഷെയർസ് അവരുടെ കയ്യിലാണ്. സോ 15,000 ഷെയർസ് ഡിവൈഡഡ് ബൈ 20,000 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമ്മൾ എത്ര പെർസെൻറ്റേജ് വരുന്നുണ്ട്, 75% വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് NCI പെർസെൻറ്റേജ് ആണ്. സോ NCI പെർസെൻറ്റേജിൽ മൈനോറിറ്റി ഷെയർസ് പറഞ്ഞ എത്രയാണ് 5,000 ഷെയർസ് ആണ്. സോ 5,000 ഡിവൈഡഡ് ബൈ ഔട്ട് ഓഫ് 20,000 ഷെയർസിൽ 5,000 ഷെയർസ് ആണ് മറ്റുള്ളവർ മേടിക്കുന്നത്. ദാറ്റ് ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് 25%. സോ NCI പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 25%, CI പെർസെൻറ്റേജ് പറയുന്നത് 75%. ഇത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇവിടെ ശ്രദ്ധിക്കും, എ ലിമിറ്റഡ് എത്ര ഷെയർസ് ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് 15,000. ഔട്ട് ഓഫ് 20,000 ഷെയർസിൽ 15,000 എ ലിമിറ്റഡ് ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. സോ 15,000 ഡിവൈഡഡ് ബൈ 20,000 ഇൻറ്റു 100 ചെയ്തപ്പോൾ 75% കിട്ടി. ഇനി മൈനോറിറ്റി ഷെയർസ് അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എത്ര ഷെയർസ് ആണ് 5,000 ഷെയർസ് ആണ് ഔട്ട് ഓഫ് 20,000. സോ 5,000 ഡിവൈഡഡ് ബൈ 20,000 ഇൻറ്റു 100 ചെയ്തപ്പോൾ എത്ര കിട്ടി 25%. സോ നമുക്ക് ഇവിടെ NCIയും CI പെർസെൻറ്റേജും കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് നോക്കാം. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് നോക്കൂ. ഇവിടെ നോക്കാം, ക്ലോസിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് ടെസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്ലോസിംഗ് പ്രോഫിറ്റ് ഇവിടെ എത്രയാണ് 16,000 ആണ്. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ഡ്യൂറിങ് പ്രോഫിറ്റ് അറ്റ് ദ എൻഡ് ഓഫ് 31st March 2020 പറയുന്നത് എത്രയാണ് 16,000. അതേസമയം ഓപ്പണിംഗ് പ്രോഫിറ്റ് ദാറ്റ് ഈസ് ഈ അക്കൗണ്ടിംഗ് പീരിയഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള പ്രോഫിറ്റ് നോക്കൂ. പ്രോഫിറ്റ് ആസ് ഓൺ സർപ്ലസ് ആസ് ഓൺ എപ്പോഴാണ് ഓൺ 1st April 2019 പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് മീൻസ് വാട്ട് ഓപ്പണിംഗ് പ്രോഫിറ്റ്. സോ പ്രോഫിറ്റ് ഓൺ 1st April 2019 പറഞ്ഞാൽ 6,000. സോ ഈ അക്കൗണ്ടിംഗ് പീരിയഡിൽ വന്ന പ്രോഫിറ്റ്, സോ പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദ ഇയർ അല്ലെങ്കിൽ ഈ അക്കൗണ്ടിംഗ് പീരിയഡിൽ വന്ന പ്രോഫിറ്റ് എത്രയാണ് 10,000. എങ്ങനെയാണ് 16,000 മൈനസ് 6,000 ചെയ്തപ്പോൾ 10,000. ഈ 10,000 നമുക്ക് എന്ത് വരുന്നുണ്ട്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും ഉണ്ട്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ബിസിനസ് പർച്ചേസ് ചെയ്യുന്നത് 1st ജൂലൈയിലാണ്. അപ്പോൾ അക്കൗണ്ടിങ് പീരിയഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1st April. അപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ഈ 3 മാസമാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. ബാക്കിയുള്ള 9 മാസമാണ് എന്ത് വരുന്നത് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഔട്ട് ഓഫ് ദിസ് 10,000 ഫോർ 9 months ആണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. ദാറ്റ് ഈസ് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ അങ്ങനെ 9 മാസത്തെയാണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ 10,000 ഇൻറ്റു 9/12 ചെയ്തപ്പോൾ എത്ര കിട്ടി 7,500 ആണ് എന്ത് വരുന്നത് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് നോക്കൂ. കാൽക്കുലേഷൻ ഫോർ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ ജനറൽ റിസർവ് ഇൻക്ലൂഡഡ് ആണ്. കാരണം പ്രോഫിറ്റ് എന്ന് മാറ്റി വെക്കുന്നതാണ് ജനറൽ റിസർവ്. സോ ജനറൽ റിസർവ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. എത്രയാണ് ബി ലിമിറ്റഡ് 25,000 ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതും എന്തിൽ പെടും, പ്രീ അക്വിസിഷനിൽ പെടും. അതേപോലെ
ഓൺ 1st April 2019 പ്രോഫിറ്റ് ആയിട്ട് എത്രയുണ്ട് 6,000 ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കും, ദാറ്റ് ഈസ് ജനറൽ റിസർവ് 25,000 വരുന്നുണ്ട്. പ്രോഫിറ്റ് ഓൺ 1st April 2019 പറഞ്ഞ ആ പ്രോഫിറ്റ് 6,000 വരുന്നുണ്ട്. പിന്നെ ബാലൻസ് ഈ 10,000 7,500 ആണ് എന്ത് വരുന്നത്, പോസ്റ്റ് അക്വസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ബാലൻസ് 2,500 പറയുന്നത് എന്താണ്, പ്രീ അക്വസിഷൻ പ്രോഫിറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് വന്ന പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 33,500. ഞാൻ വൺസ് അഗൈൻ പറയാം, ദാറ്റ് ഈസ് പ്രീ അക്വിസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ബിസിനസ് പർച്ചേസ് ചെയ്യുന്നത്, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്, 1st July ആണ്. അപ്പോൾ ഈ 1st Julyക്ക് മുൻപുള്ള എല്ലാ പ്രോഫിറ്റും എന്ത് പ്രോഫിറ്റാണ്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ ജനറൽ റിസർവും എന്താണ്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ പെട്ടതാണ്. അതേപോലെ ഈ 16,000 6,000 ആണ് എപ്പോഴത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, പ്രോഫിറ്റ് ഓൺ 1st April 2019. അപ്പം ഇതും എന്താണ്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ദാറ്റ് ഈസ് ഈ വർഷം ഈ അക്കൗണ്ടിങ് പീരിയഡ് പ്രോഫിറ്റ് ഡ്യൂറിങ് ദ ഇയർ 10,000 നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 10,000 3 മാസത്തെ പ്രോഫിറ്റും, ദാറ്റ് ഈസ് April, May, June, ഈ 3 മാസം പ്രോഫിറ്റും ഏതിൽ വരും, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ വരുന്നതാണ്. സോ അങ്ങനെ 25,000 6,000 ദാറ്റ് പ്രോഫിറ്റ് ഫോർ ദാറ്റ് 3 months പീരിയഡ്, ഈ വർഷത്തെ 3 മാസത്തെ പീരിയഡ് പ്രോഫിറ്റ്. ഇങ്ങനെ ഈ 3 പ്രോഫിറ്റും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആയിട്ട് 33,500 വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് NCI കാൽക്കുലേറ്റ് ചെയ്യലാണ്. സോ NCI കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾക്ക് സിമ്പിൾ ഫോർമുലയിലേക്ക് പോവാം. NCI is equal to നെറ്റ് അസറ്റ് അക്വയർഡ് ഇൻടു NCI പെർസെൻറ്റേജിലേക്ക് പോവാം. ഇനി നെറ്റ് അസറ്റ് നോക്കാം. നെറ്റ് അസറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടോട്ടൽ അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി. ഇവിടെ ടോട്ടൽ അസറ്റ് എന്ന് നമുക്ക് അറിയാം, ടോട്ടൽ അസറ്റ് എത്രയാണ്, 2,70,000 ആണ് ടോട്ടൽ അസറ്റ്. കറന്റ് ലയബിലിറ്റി പറയുന്നത് എത്രയാണ്, 29,000. സോ 2,70,000 മൈനസ് 29,000 will gives you net asset. So 2,70,000 minus 29,000 is 2,41,000. So net asset acquired എത്രയാണ്, 2,41,000. ഇനി NCI പെർസെൻറ്റേജ് നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. NCI പെർസെൻറ്റേജ് എത്രയാണ്, 25%. സോ 2,41,000 ഇൻറ്റു 25% ചെയ്തപ്പോൾ 60,250 ആണ് എന്ത് NCI. NCI is equal to 2,41,000 ഇൻറ്റു 25%, ദാറ്റ് ഈസ് 60,250 ആണ് NCI. ഇനി നെക്സ്റ്റ് നമുക്ക് ഗുഡ് വിൽ കാൽക്കുലേഷനിലേക്ക് പോവാം. സോ ഗുഡ് വിൽ കാൽക്കുലേഷനിൽ നമ്മുടെ ഫോർമുല എങ്ങനെയാണ്, കൺസിഡറേഷൻ പേ മൈനസ് പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് ദ പാരന്റ് കമ്പനി മൈനസ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് ദ പാരന്റ് കമ്പനി. ഇത് രണ്ടും ഇതെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വാട്ട്, ഗുഡ് വിൽ. അപ്പോൾ കൺസിഡറേഷൻ പേര് നമുക്ക് 2 lakh rupees ആണ്. എങ്ങനെയാണ് 2 lakh rupees കിട്ടിയത് നോക്കി. ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് 15,000 ഇക്വിറ്റി ഷെയർസ് ഇൻ ദ ബി ലിമിറ്റഡ് അറ്റ് കോസ്റ്റ്. എ ലിമിറ്റഡ് വന്ന് ബി ലിമിറ്റഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്ര ഷെയർസിലാണ്, 15,000 ഷെയർസിലാണ്. ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എത്രയാണ്, 2 lakh rupees. സോ ദിസ് 2 lakh rupees ഇസ് നോൺ ആസ് കൺസിഡറേഷൻ പെയ്ഡ്. അപ്പോൾ കൺസിഡറേഷൻ പെയ്ഡ് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. കൺസിഡറേഷൻ പെയ്ഡ് എത്രയാണ് കിട്ടിയത്, 2 lakh rupees ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ 2 lakh കിട്ടി. ഇനി പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് ദ പാരന്റ് കമ്പനി. പാരന്റ് കമ്പനിയുടെ ഷെയർ ഈ ബിസിനസ്സിൽ ഈ എ ലിമിറ്റഡിലെ പാരന്റ് കമ്പനിയുടെ ഷെയർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, ദാറ്റ് ഈസ് നെറ്റ് അസറ്റ് അക്വയർഡ് ഇൻടു CI പെർസെൻറ്റേജ്. നെറ്റ് അസറ്റ് അക്വയർഡ് എത്രയാണ്, ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നെറ്റ് അസറ്റ് അക്വയർഡ് 2,41,000. സോ 2,41,000 ഇൻറ്റു 75%. ഇവിടെ നമ്മൾ CI പെർസെൻറ്റേജ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 75%. സോ 75%, ദാറ്റ് ഈസ് എത്രയാണ്, 2,41,000 ഇൻറ്റു 75% ചെയ്തപ്പോൾ 1,80,750. ഇത് മൈനസ് ചെയ്യുക. ദെൻ പാരന്റ് കമ്പനി ഷെയർ ഇൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൽ ഈ 7,500 പാരന്റ് കമ്പനിയുടെ ഷെയർ എന്താണ്, അതെന്ത് ചെയ്യുക, പ്ലസ് ചെയ്യുക. സോ പാരന്റ് കമ്പനി ഷെയർ ഇൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, ദാറ്റ് ഈസ് 75,000 not 75,000 7,500 75%. So it is 5,625. സോ ഈ 2 lakhന് 1,80,750 ഡിഡക്ട് ചെയ്യുക. ഈ പാരന്റ് കമ്പനിയുടെ ഷെയർ ഇൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആഡ് ചെയ്യുക. സോ 5,625 ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി, 24,875. ദിസ് ഈസ് ദ ഗുഡ് വിൽ. ബീങ് യു ആർ ഗെറ്റിംഗ് ദ പോസിറ്റീവ് ഫിഗർ ആയതുകൊണ്ട് അതെന്താണ്, ഗുഡ് വിൽ ആണ്. ഇഫ് യു ആർ ഗെറ്റിംഗ് നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ നമുക്ക് അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, ബാർഗെയിൻ പർച്ചേസ് ആയിട്ട് നെഗറ്റീവ് ഗുഡ് വിൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ഗുഡ് വിൽ. ഇനി നമുക്ക് നെക്സ്റ്റ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലേക്ക് പോകണം.
അപ്പോൾ ഇവിടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എ ലിമിറ്റഡ് ബി ലിമിറ്റഡ് നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ എടുത്തിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുക, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2020. പർട്ടിക്കുലേഴ്സ് എമൗണ്ട് കോളം, രണ്ട് എമൗണ്ട് കോളം കൊടുക്കുക, ഒരു ഇന്നർ കോളം ഒരു ഔട്ടർ കോളം. ഇന്നർ കോളം ഫോർ വർക്കിംഗ്സ് ആയിട്ട് കൊടുത്താലും മതി. പർട്ടിക്കുലേഴ്സിൽ ഫസ്റ്റ് വൺ നമ്മൾ ലയബിലിറ്റി സൈഡ് എഴുതാണ്. സോ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയിൽ ഫസ്റ്റ് വൺ ഇക്വിറ്റി. ഇക്വിറ്റിയിൽ ഫസ്റ്റ് ഐറ്റം എന്താണ്, ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ നമ്മൾ ടിപ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷെയർ ക്യാപിറ്റൽ എടുക്കുമ്പോൾ പാരന്റ് കമ്പനിയുടെ മാത്രം ഷെയർ ക്യാപിറ്റൽ എടുത്താൽ മതി. സോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഓഫ് ₹10 ഈച്ച്. എത്രയാണ് ഇവിടെ പാരന്റ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ? 5 lakh rupees. സോ 5 lakh rupees എഴുതി. ഇനി സെക്കൻഡ് വൺ റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് എഴുതുന്ന സമയത്ത് പാരന്റ് കമ്പനിയുടെ റിസർവ്സ് ആൻഡ് സർപ്ലസ്, അപ്പോൾ ഇത് ഇന്നർ കോളത്തിലായിട്ട് എഴുതുക, സോ ദാറ്റ് ഇറ്റ് വിൽ ബി കൺവീനിയൻറ്റ്. ഇവിടെ ശ്രദ്ധിക്കൂ, പാരന്റ് കമ്പനിയുടെ സർപ്ലസ് പറയുന്നത് എത്രയാണ്? 60,000. റിസർവിൽ 60,000 റിസർവ്സ്, ജനറൽ റിസർവ്. ദെൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് എത്ര വരുന്നുണ്ട്? 36,000. സോ ദാറ്റ് 36,000 നമ്മൾ എഴുതി. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് എന്താണ്? ഷെയർ ഇൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. ഇവിടെ ശ്രദ്ധിക്കൂ, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് ബി ലിമിറ്റഡ്. ബി ലിമിറ്റഡിലെ ഷെയറിൽ ഇവിടെ നോക്കാം, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് പാരന്റ് കമ്പനിയുടെ ഷെയർ ഇൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണ്? 5,625. നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് എമൗണ്ട് 5,625 നമ്മൾ എഴുതിയാണ്. ദാറ്റ് ഈസ് ഷെയർ ഇൻ ദ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് ദ ബി ലിമിറ്റഡ്. ബി ലിമിറ്റഡിന്റെ ഷെയർ, ദാറ്റ് ഈസ് ബി ലിമിറ്റഡ് കമ്പനിയിൽ ഏയുടെ ഷെയർ എന്താണെന്നാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, സോ 5,625. ഈ 3 ഫിഗർ വേണമെങ്കിൽ ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് നെറ്റ് എമൗണ്ട് ഔട്ടർ കോളത്തിൽ എഴുതിയാലും മതി. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് നോൺ കറന്റ് ആസ് ലയബിലിറ്റി. അണ്ടർ നോൺ കറന്റ് ലയബിലിറ്റി ഇവിടെ നോക്കും, ഇവിടെ നോൺ കറന്റ് ലയബിലിറ്റി തന്നിട്ടുണ്ടോ? ഇവിടെ ജസ്റ്റ് ഷെയർ ക്യാപിറ്റൽ കഴിഞ്ഞതും കറന്റ് ലയബിലിറ്റിയിലേക്കാണ് പോയിരിക്കുന്നത്. ബട്ട് ഇവിടെ നമുക്ക് ഒരു ഐറ്റം കൂടെ എഴുതണം, ദാറ്റ് ഈസ് നോൺ കറന്റ് ലയബിലിറ്റി. യൂഷ്വലി നോൺ കറന്റ് ലയബിലിറ്റിയിൽ ഡിബഞ്ചേഴ്സും ലോങ് ടേം ലോൺസ് ആണ് എഴുതുന്നത്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യന് ഡിബഞ്ചേഴ്സോ ലോങ് ടേം ലോൺസോ ഒന്നുമില്ല ഇവിടെ. ബട്ട് നമുക്ക് NCA ഇവിടെ നോൺ കറന്റ് ലയബിലിറ്റിയിൽ എന്താ എഴുതേണ്ടത്? നമ്മൾ ടിപ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ എഴുതേണ്ടത്? ദാറ്റ് ഈസ് NCI ആണ് എഴുതേണ്ടത്, നോൺ കറന്റ് ലയബിലിറ്റി. സോ അണ്ടർ നോൺ കറന്റ് ലയബിലിറ്റി നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ NCI നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. NCI എത്രയാണ്? 60,250. സോ സെയിം എമൗണ്ട് 60,250 എഴുതി. ഇനി നെക്സ്റ്റ് ഐറ്റം കറന്റ് ലയബിലിറ്റി. സോ എന്താ കറന്റ് ലയബിലിറ്റി? ഇവിടെ നോക്കാം, ഇവിടെ കറന്റ് ലയബിലിറ്റിയിൽ എന്തെല്ലാം ഉണ്ട്? ട്രേഡ് പേയബിൾസ്. സോ ട്രേഡ് പേയബിൾസ് ഓഫ് എ ലിമിറ്റഡ് ആൻഡ് ബി ലിമിറ്റഡ്, ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്തിട്ട് എഴുതുക. 74,000 പ്ലസ് 29,000. സോ ഇവിടെ ശ്രദ്ധിക്കൂ, ട്രേഡ് പേയബിൾസ് under current liability we are having trade payables, that is 74,000 plus 29,000. So 1,03,000. 1,03,000. Now we want to total the liability side. So liability side നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നുണ്ട്? 7,64,875 ടോട്ടൽ വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് അസറ്റ് സൈഡ് എഴുതാണ്. അസറ്റ് സൈഡിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഫിക്സഡ് അസറ്റ്. ഇവിടെ ഫിക്സഡ് അസറ്റ് എഴുതുന്നതിന് മുമ്പ് ഹെഡിങ് കൊടുക്കുക, അസറ്റ് സൈഡ് നോൺ കറന്റ് അസറ്റ്. അണ്ടർ നോൺ കറന്റ് അസറ്റിൽ ഇവിടെ ശ്രദ്ധിക്കൂ എന്തെല്ലാം അസറ്റ് ഉണ്ട്? ഫിക്സഡ് അസറ്റ് തന്നിട്ടുണ്ട്, എ ലിമിറ്റഡ് ബി ലിമിറ്റഡ്, ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുക. 3,80,000 പ്ലസ് 2,05,000. So here under fixed asset 3,80,000 plus 2,05,000. So 5,85,000. Okay. ഇനി നെക്സ്റ്റ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എഴുതണോ വേണ്ട? ഫിക്സഡ് അസറ്റ് എഴുതി കഴിഞ്ഞാൽ വേറൊരു ഐറ്റം കൂടെ ഉണ്ട്. നമ്മളിവിടെ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗുഡ് വിൽ കംസ് അണ്ടർ അസറ്റിലാണ്, നോൺ കറന്റ് അസറ്റിൽ വരുന്നതാണ്. ഗുഡ് വില്ലിന്റെ എമൗണ്ട് എത്രയാണ്? 24,875. സോ ഹിയർ യു ഹാവ് ടു റൈറ്റ് ഗുഡ് വിൽ. കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഗുഡ് വിൽ മതി. ഗുഡ് വിൽ എത്രയാണ്? 24,875 എഴുതി. ഇവിടെ നെക്സ്റ്റ് ഐറ്റം പറയുന്ന ക്വസ്റ്റ്യനിൽ നോക്കി ഇൻവെസ്റ്റ്മെന്റ്, വെദർ വി വോണ്ട് ടു റൈറ്റ് ദ ഇൻവെസ്റ്റ്മെന്റ് നോ നീഡ്. കാരണം നമ്മൾ ടിപ്സിൽ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോ നീഡ് ഓഫ് റൈറ്റിംഗ് ദ വിച്ച് വൺ ഷെയർ ക്യാപിറ്റൽ ഓഫ് സബ്സിഡറി കമ്പനിയുടെയും അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ ഏത് കമ്പനിയുടെ പാരന്റ് കമ്പനിയുടെയും കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ യു ഷുഡ് നോട്ട് റൈറ്റ് ഇറ്റ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എഴുതേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഐറ്റം പറയുന്നത് എന്താണ്? കറന്റ് അസറ്റ്. അണ്ടർ കറന്റ് അസറ്റ് വി ആർ ഹാവിംഗ് ട്രേഡ് പേയബിൾസ്. ട്രേഡ് പേയബിൾസ് എ ലിമിറ്റഡിന്റെയും ബി ലിമിറ്റഡിന്റെയും രണ്ടും കൂടെ പ്ലസ് ചെയ്യുക. 90,000 പ്ലസ് 65,000. സോ ഹിയർ ഓൾസോ വി ആർ റൈറ്റിംഗ്
Here we are writing, so under current asset, trade receivables 90,000 plus 65,000, so 1,55,000. Now we have to total this one. ഈ അസറ്റ് സൈഡ് എല്ലാം ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 7,64,875. Now our asset side and liability side are tallied.